ദ്വാപരയുഗ അവസാനമായപ്പോഴേക്കും ധർമ്മം ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് കൊണ്ട് വ്യാസൻ വളരെ ദുഃഖിതനായി. കലിയുഗത്തിൽ ധർമ്മം ലോകത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് കണ്ട് അത്യന്തം ദുഃഖിതനായ വേദവ്യാസൻ ജനങ്ങളുടെ ഇടയിൽ ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി വേദം മുഴുവനും ദുർഗ്രാഹ്യമായ ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത വേദം മുഴുവനും എല്ലാവർക്കും പഠിക്കത്തക്ക വിധം 4 വിഭജിച്ചു. അതും കഴിഞ്ഞ് അതിനും തൃപ്തി വന്നില്ല. വേദവ്യാസന് അതിലും തൃപ്തി വന്നില്ല. അത് വേദതത്വങ്ങൾ എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം രസകരമായ കഥകൾ കൊണ്ട് വിശദീകരിച്ച് 18 പുരാണങ്ങൾ രചിച്ചു. എന്നിട്ടും തൃപ്തനായില്ല. അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് നാരദ മഹർഷി വ്യാസന്റെ അടുക്കൽ വന്ന് പറയുന്നത്, ധർമ്മം മനസ്സിലാക്കി കൊടുക്കാൻ വേദപഠനം തുടങ്ങിയുള്ള ജ്ഞാനമാർഗത്തിനല്ല ഭക്തിമാർഗത്തിനാണ് കലിയുഗത്തിൽ പ്രസക്തിയുള്ളതെന്ന്. അങ്ങനെയാണ് ഭക്തി സംവർദ്ധകമായ ഭക്തി മാർഗത്തിലുള്ള ശ്രീനാരായണ ലീലകളടങ്ങിയ മഹാഭാഗവതം വേദവ്യാസൻ രചിക്കാൻ ഇടയായത്.